പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നമ്മുടെ നഷ്ടം പറഞ്ഞവരെ കൊണ്ട് തന്നെ നമ്മുടെ നന്മയും പറയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. 39-ാമത്തെ വാക്യം, 38-ാമത്തെ വാക്യം, പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. 35-ാം വാക്യത്തിൽ കാണിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 12 വർഷക്കാലത്തെ രക്തസ്രാവക്കാരത്തിയായ സഹോദരിക്ക് വിടുതൽ കൊടുക്കുമ്പോൾ നീ സമാധാനത്തോടെ പോകുക എന്ന് പറയുന്ന ഒരാളോട് സമാധാനത്തോടെ പോകുവാൻ യേശു പറയുന്ന മാത്രയിൽ വിടുതലിന് വേണ്ടി കേണപേക്ഷിച്ച പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത കേൾക്കുന്നു. ഒരാൾക്ക് വിടുതൽ ലഭിച്ചു, എന്നാൽ മറ്റൊരിടത്ത് നഷ്ടം സംഭവിച്ചു. നഷ്ടം മാത്രം പറയുന്ന ചിലർ, നഷ്ടങ്ങൾ മാത്രം പറയാൻ വേണ്ടി ചിലരെ ബാക്കി വയ്ക്കും. യോബിന്റെ വീട്ടില് കൊടുങ്കാറ്റടിച്ച് വീടിന്റെ 4 മൂലയ്ക്ക് വടിച്ച് വീട് തകരുമ്പോൾ ഒരുത്തനെ ശേഷിപ്പിച്ചു. യോബിനോട് വന്ന് അറിയിക്കാൻ ഒരുവനെ ശേഷിപ്പിച്ചു. നിങ്ങൾ ദുരന്തങ്ങൾ പറയാൻ, നഷ്ടങ്ങൾ പറയാൻ, നെഗറ്റീവ് പറയാൻ ചിലരെ ആക്കി വെച്ചിരിക്കുക. ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതല്ല, ഗുരുവിനെ കൊണ്ട് പോകുമ്പോൾ ഏതു വിഷയമായിക്കോട്ടെ, എത്ര ഗൗരവമുള്ള വിഷയമായിക്കോട്ടെ, യേശു ആ വീട്ടിൽ ചെന്ന് കയറിയാൽ എത്ര ഭാരമുള്ള, നീക്കാൻ കഴിയാത്ത വിഷയമാണെങ്കിലും പരിഹരിക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് ഇഷ്ടം. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ യേശു ഇടപെടാൻ വേണ്ടി അവൻ്റെ കൂടെ പോകുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് ഒരു സൗഖ്യം ലഭിച്ച മാത്രയിൽ തന്നെ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്ന സന്ദർഭം നമുക്കറിയാം. യായിറോസിന്റെ വിശ്വാസം വർദ്ധിച്ചു വരുക. ഇതേണ്ട 12 വർഷമായി പല വൈദ്യന്മാരെ കാണിച്ച് ഒട്ടും ഭേദം വരാത്തൊരു സഹോദരിക്ക് വിടുതൽ പകരുമ്പോൾ അവൻ യേശുവിനെ കൊണ്ട് പോകുന്ന വിഷയത്തിനകത്ത് അവനൊരു തീർച്ചയായി എൻ്റെ കുഞ്ഞിന് വിടുതൽ ലഭിക്കും. എന്നാൽ വിശ്വാസം വർദ്ധിക്കുന്ന അതേ മാത്രയിൽ തന്നെ വിശ്വാസത്തെ തണിപ്പിച്ചു കളയുന്ന, വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിൽ വീട്ടിൽ നിന്നൊരു ദുരന്ത വാർത്ത കേൾക്കുന്നു. ഗുരുവിനെ എന്ത് ചെയ്യണ്ട? അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചു പോയി കഴിഞ്ഞു. യായിറോസേ, നീ ഇന്ന് വരെ സൗഖ്യമാകുന്ന, രോഗം മാറുന്നതേ കണ്ടിട്ടുള്ളൂ. എന്നാൽ നീ കാണാൻ പോകുന്നത് മരിച്ച നിന്റെ കുഞ്ഞെഴുന്നേറ്റ് വരുന്നതാണ്. നീ സന്ദേശം പറയുമ്പോൾ നാം പ്രതീക്ഷിച്ചിരുന്നതല്ല നമുക്ക് വേണ്ടി ഈ സമയത്ത് കർത്താവിന് എൻ്റെ മേൽ വിടുതൽ തരാൻ കഴിയും. ഈ സമയത്ത് എൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇച്ചിരൂടെ കഴിഞ്ഞാൽ, അല്പം കൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ വിഷയം ഭയങ്കര ഗൗരവമായി പോകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും എന്ന് ചിന്തിച്ച് വേദനപ്പെടുന്ന, എന്ന് ചിന്തിച്ച് വേദനപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി, ചില വിഷയങ്ങളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. താങ്കൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ചില വിടുതലുകൾ വെളിപ്പെടാൻ പോവാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വീടിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. യേശു ആ വീട്ടിൽ ചെന്നിട്ട് കരയുന്നവരെയും വിലപിക്കുന്നവരെയും, ആമേൻ സ്തോത്രം, കുഴലൂത്തുകാരെയും എല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞ് മരിച്ചിട്ടില്ല, നിങ്ങൾ വിലപിക്കാതിരി, നിങ്ങൾ കരയാതിരി. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ കരഞ്ഞ് വേദനപ്പെട്ട്, ആമേൻ സ്തോത്രം, നിരാശപ്പെട്ട് വാടി വഴുതി നിൽക്കുന്ന ആ വിഷയത്തെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ആ വിഷയം കൈവിട്ടു പോയിട്ടില്ല, ആ വിഷയം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ആ വിഷയം ഇനി ആമേൻ കിട്ടത്തില്ലെന്ന് പ്രതീക്ഷിക്കാതെ വേദനപ്പെട്ടിരിക്കേണ്ട, ആ വിഷയത്തെ മടക്കിത്തരാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. അതെ,
നഷ്ടം പറഞ്ഞവരെ കൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നന്മ വെളിപ്പെടുത്തി നന്മ കാണിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടുന്നൊരു ദൈവമുണ്ട്. എനിക്ക് കരം തന്നിരിക്കുന്നത് കർത്താവാണെന്നുള്ളൊരു ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.